ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആയിട്ടാണ്. വീഡിയോ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വിഷു ഒക്കെ ഇവിടെ എത്തി. അപ്പോൾ വിഷു ആഘോഷിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് വിഷു ആശംസകൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത്തെയും പോലെ തന്നെ ഓരോരോ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ അതാ രാവിലെ കുളിയൊന്നും കഴിഞ്ഞിട്ടൊരു കാര്യമില്ല. ആകെ വേർത്ത് കുളിച്ചിറങ്ങിയിട്ടുള്ളത് കേട്ടോ. കുളിച്ചിട്ടൊന്നും ഇപ്പോൾ ഒരു കാര്യമില്ല. എന്നാലും ആ ഒരു കടമ രാവിലെ കഴിക്കാൻ തന്നെയുള്ളൂ. അപ്പം ഇന്ന് എന്താ പറയുക, എന്നത്തേക്കാളിലും നേരം വൈകിയാണ് ഇന്ന് നീച്ചിട്ടുള്ളത്. ഒന്നാമത് തലേ ദിവസമൊക്കെ നല്ല പണിയായിരുന്നില്ലേ, അപ്പം അതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ കുറച്ചുണ്ടായിരുന്നു കേട്ടോ. നീക്കാനൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ട്, മേലൊക്കെ വേദനിക്കുക. അപ്പം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓരോ പണികളായിരുന്നില്ലേ. സാധാരണ ഓരോ ദിവസം തന്നെ നമുക്ക് വീട്ടിൽ ഇഷ്ടം പോലെ പണികളുണ്ടാവും കേട്ടോ. രാവിലെ മുതൽ കിടക്കോളം എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് പണികളുണ്ടാവും. പിന്നെ ഇങ്ങനെ വല്ല എന്താ പറയുക ദിവസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേക ദിവസങ്ങളിലൊക്കെ കൂടുതലായിട്ടും പണികളുണ്ടാവുമല്ലോ. അപ്പം ഇന്നലെ രാത്രി കിടന്നപ്പോഴും തന്നെ കുറച്ച് വൈകിയാണ് കിടന്നിട്ടുള്ളത്. നല്ല ചൂടാണ്. അപ്പോൾ വൈകുന്നേര സമയത്ത് ഞങ്ങൾ പിന്നെ വീടിൻ്റെ മുകളിൽ പോയിട്ട് അവിടെ ഇരിക്കും കേട്ടോ. പിന്നെ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് കുറേ സമയം കഴിഞ്ഞിട്ട് ആ ചോറിനൊക്കെ ചെയ്യുക. അപ്പം അങ്ങനെ നേരം വൈകിയാണ് കിടന്നത്. പിന്നെ കിടന്നത് ഓർമ്മയുള്ളൂ. പിന്നെ പിറ്റേ ദിവസം 6 മണി കഴിഞ്ഞിട്ടാണ് ഞാൻ ഉണർന്നത്. അപ്പോൾ ആ ഉണരലിൽ പിന്നെ കുറേ സമയം അങ്ങനെ ഉണർന്ന് കിടന്നു കേട്ടോ. എന്തോ ഒരു നീക്കാനൊരു മടി. പിന്നെ എന്താ പറയുക, ഓരോ കാര്യങ്ങളും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് നീക്കുമല്ലോ. അങ്ങനെ അങ്ങോട്ട് നീച്ച് പോകുന്നു. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ വന്നേക്ക് ചോറ് തിളപ്പിക്കാണ്ടായിരുന്നു. അത് ഗ്യാസ് കൊണ്ട് വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ ഉള്ളൊരു പണിയെന്ന് പറഞ്ഞാൽ ഇന്നലെ എല്ലാ പണികളും എടുത്തു എന്ന് പറഞ്ഞാൽ ഈ ഒരു അടുക്കള മാത്രം ബാക്കിയാക്കിയിരുന്നു കേട്ടോ. അടുക്കള എന്ന് പറഞ്ഞാൽ ശരിക്കും കുറേ സമയം നമുക്ക് പണികൾ എടുക്കാണ്ടാവും. വേറെ എല്ലായിടത്തും എടുക്കണ പോലെയല്ല. മറ്റേതൊക്കെ നമുക്കൊരു ദിവസം കൊണ്ട് പരമാവധി തീർക്കട്ടോ. പക്ഷേങ്കിൽ അടുക്കളയിൽ ശരിക്കും ഒരു ദിവസത്തെ പണി ഉണ്ടാവും. എന്നാലും തട്ടിയൊപ്പിച്ച് പെട്ടെന്ന് തീർക്കണം എന്ന് വിചാരിച്ചിട്ടുള്ളൊരു പണിയാണ്. അപ്പോൾ തീയൊക്കെ കത്തിക്കുന്നതിൻ്റെ മുന്നേ ഈ ഒരു ചിമ്മിനീൻ്റെ ഉള്ളിൽ ഒന്ന് മാറാല തട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ എല്ലായിടും മാറാല തട്ടിയപ്പോൾ ഞാനിവിടെ മാത്രം മാറാല തട്ടിയിട്ടില്ല. എന്താ വെച്ചാൽ നമ്മളപ്പോൾ ഇവിടെ ചോറടുപ്പത്തോ ഇല്ലെങ്കിൽ കറികളൊക്കെ ആക്കി വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിലേക്കൊക്കെ ചാടൂലേന്ന് വിചാരിച്ചിട്ട് ഞാൻ തട്ടിയിട്ടില്ല. അതെന്നും ലാസ്റ്റായിട്ട് അങ്ങനെ ഒഴിവാക്കിയിടലാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അതിന് നിന്നിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം തീ കത്തിക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഏതായാലും നമ്മളെ ആ ഒരു മാറാല തട്ടി 2 കഷ്ണമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് വർഷമായിട്ടുണ്ട് വാങ്ങിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഒപ്പിച്ചതാണ്. അതിൻ്റെ മുന്നിൽ ഓലക്കൊടിയൊക്കെ കിട്ടി തന്നതാണ് കേട്ടോ അമ്മ. ഇനിയിപ്പോൾ എന്തായാലും അടുത്ത തട്ടലിൽ നമുക്ക് മാറാല തട്ടി തന്നെ വാങ്ങണം. അപ്പോൾ ആ വടിയും തന്നെ മുറിഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ മാറാലയൊക്കെ തട്ടി അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. ആ ഒരു ജനലും പിന്നെ ആ ടൈലൊട്ടിച്ച ഭാഗങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. എത്ര എടുത്തിട്ടും കാര്യമില്ല. നമ്മളെടുത്തത് ഒരു വൃത്തിയായി കാണണമെങ്കിൽ ശരിക്കും നമ്മളെ വീട് പെയിൻ്റ് അടിക്കുകയൊക്കെ വേണം കേട്ടോ. അപ്പം മക്കളും പറയലുണ്ട് എല്ലാ പണികളും എത്ര എടുത്താലും കാണൂല. അമ്മ നല്ല വൃത്തിക്ക് കാണണമെങ്കിൽ നമ്മളെ ചുമരും കൂടി വൃത്തിയാകണം എന്നുള്ളത്. ചുമര അത്രയും ഇങ്ങോട്ട് വൃത്തിയേടായിട്ടുണ്ട്. മക്കൾ ഇഷ്ടം പോലെ തറ പറ ABCD പോലെ എല്ലാ കലാവിരുദ്ധവും അതിമ്മ കാട്ടിയിട്ടുണ്ട്. കണ്ണം മാത്രം വല്ലാതെ കാട്ടിയിട്ടില്ല കേട്ടോ. എന്നാലും കുറച്ചൊക്കെ ഓനും ചെയ്തിട്ടുണ്ട്. പിന്നെ അനുമോളും നന്ദും പിന്നെ നല്ലോണം ചെയ്തിട്ടുണ്ട്. അനുമോളെ കലാവിരുദ്ധം ഇഷ്ടം പോലെ ഉണ്ട്. അതിൻ്റെ പിന്നാലെ നമ്മളെ നന്ദുവിൻ്റെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എന്തായാലും എന്നേലും കാലത്തൊക്കെ പെയിൻ്റ് അടിക്കണം എന്നൊക്കെ വിചാരിക്കണം. ഒരുപാട് വർഷങ്ങളായിട്ടുള്ളൊരു പൂതിയാണ് കേട്ടോ. അതെന്ന് നടക്കുന്നൊന്നും അറിയില്ല. ഇപ്പം എന്ത് കാര്യത്തിന് ഇറങ്ങണമെങ്കിലും നല്ല പൈസ വേണ്ട കയ്യിൽ. അപ്പം അതില്ലാതെ നമ്മൾ മനസ്സിൽ പൂതി വെച്ചിട്ട് തന്നെ കാര്യമുള്ളൂ കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്ക് ചോറൊക്കെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ആ അടുപ്പിൻ്റെ ആ ഒരു സൈഡത്തെ പണികളൊക്കെ ഉണ്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ആ ചോറ് ഞാനൊന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നും എന്താ പറയുക ചോറ് ബാലൻസ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ കണക്കാക്കിയിട്ട് നമുക്ക് വെക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ വെക്കുന്ന ദിവസമാവും ആരെങ്കിലുമൊക്കെ വരിയിരിക്കുകയൊക്കെ ചെയ്യട്ടോ. അപ്പോൾ വരുന്ന ആ സമയത്ത് നമ്മൾ ചോറിനുള്ള നേരമാണെങ്കിൽ ചോറില്ല എന്ന് ആരോടും പറയാൻ പറ്റൂല. ഇന്നത്തെ കാലത്ത് തീരെ പറയാൻ പറ്റൂല. പണ്ടൊക്കെ വന്നതിന് ശേഷമൊക്കെ വെക്കും, എന്നിട്ടാണ് കൊടുക്കുക എന്നൊക്കെ പറയലുണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. പിന്നെ നല്ല വേവുള്ള അരിയല്ലേ, അതുകൊണ്ട് തന്നെ നമുക്ക് വെച്ച് ബാലൻസ് ആയാലും പിറ്റേ ദിവസവും കഴിക്കാമല്ലോ. ഇപ്പോൾ പിന്നെ ഏറെയും തിളപ്പിച്ച് ഊറ്റിയതൊക്കെ തിന്നണ തന്നെയാണ് നല്ലത്. ഷുഗർ ഉള്ളവരൊക്കെ അങ്ങനെയാണല്ലോ കൂടുതലായിട്ടും ചെയ്യുക. പിന്നെ നമ്മൾ അടുപ്പിൻ്റെ അടപ്പുകളാണ് കേട്ടോ ആ ഒരു ജനൽമ വെച്ചിട്ടുള്ളത്. അതൊക്കെ ഒന്ന് കഴുകി വെച്ചു. പിന്നെ നമ്മൾ ആ പുട്ടും തൂക്കും ഒരു വിളക്കും ഉണ്ട് കേട്ടോ. അവിടെ വിളക്കൊന്നും ഇപ്പോൾ ആരും ഉപയോഗിക്കൂല. വിളക്കൊക്കെ മണ്ണെണ്ണ തന്നെ കിട്ടാല്ല. പക്ഷെ വിളക്കൊന്നും കത്തിച്ചിട്ടുണ്ടെങ്കിൽ പുക പിടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ആരും കത്തിക്കൂല. മിക്കവാറും നമ്മളെ കറണ്ടൊക്കെ പോകുമ്പോൾ മെഴുകുതിരിയാണ് കത്തിക്കലുള്ളത്. അപ്പം അങ്ങനെ അവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞ് തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ തലേ ദിവസം പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ട്. കലക്കി പരന്ന ഒരു ദോശ ഉണ്ടല്ലോ, അതാണ് ഉണ്ടാക്കുന്നത്. അപ്പം അമ്മ നീച്ച് വന്നിട്ട് ഇതാക്കണേ നല്ല കനുള്ള വറകും കൊള്ളി കൊണ്ടുവന്നിട്ട് അടുപ്പിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ചുള്ളിൽ വെച്ചിട്ടാണ് തീ പിടിപ്പിച്ചത്. അപ്പോൾ ഒന്ന് കത്തി കഴിഞ്ഞതിന് ശേഷം കനുള്ള കൊള്ളിയാണ്ട് വെച്ച് കൊടുക്കലാണ്. അപ്പോൾ നമ്മൾ ദോശയ്ക്ക് മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ ചേർത്ത് കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചധികം വെള്ളം ചേർത്താണല്ലോ അത് കലക്കുക. പിന്നെ അതിലേക്ക് ഒരു ചട്നി ഉണ്ടാക്കുകയാണ്. എളുപ്പത്തിലുള്ള കടിയാണ് കേട്ടോ അത്.
അപ്പം ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ശരിക്കും തലേ ദിവസം ഞാനിതൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ എങ്കിൽ നീക്കാനുണ്ട് വയച്ചില്ല എന്ന് പറഞ്ഞില്ല, അതുകൊണ്ടാണ് സാവകാശം നീച്ചിട്ടുള്ളത്. പിന്നെ ഒരു ധൃതിയിൽ നീച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുക്കളയിൽ എത്തിക്കഴിഞ്ഞാൽ നല്ല സ്പീഡാവും കേട്ടോ. നമ്മൾ ഓരോ കാര്യം സമയത്തേക്ക് നോക്കിയല്ലേ ഇങ്ങനെ ചെയ്യണേ. ഒന്നാമത് ഏട്ടന് പണിയുണ്ട്. അപ്പോൾ ചോറ് കൊണ്ടുപോകണ പതിവ് ഇപ്പോൾ ഒന്ന് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്നാ അത് തുടങ്ങാമെന്നറിയില്ല. ഇപ്പോൾ വെറും ചായക്കടിയാണ് കൊണ്ടുപോകലുള്ളത് കേട്ടോ. ഉച്ചത്തേക്കാണ് ഈ ചായക്കടി കൊണ്ടുപോകണത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ചട്നി ഉണ്ടാക്കിയാലും വേറെ എന്തെങ്കിലും ഒന്ന് മുട്ടയോ മീനോ ഇറച്ചിയോ എന്തെങ്കിലും ഒന്ന് വേണം കേട്ടോ സൈഡായിട്ട്, എന്നാലുള്ളത് കഴിക്കാൻ രസം എന്ന് പറയും. അപ്പോൾ ശരിക്കും ഒന്ന് സമയത്തിനോടൊരു മല്ലടിക്കുന്ന ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ നാളികേരമൊക്കെ ചിരകി അത് ചട്നിക്കൊക്കെ അരച്ചെടുത്തു. പിന്നെ അതാ 2 ഉള്ളി എടുത്തിട്ട് അതൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 ഉള്ളി എടുത്തപ്പോൾ എനിക്ക് തോന്നിയത് ഏറെയാണെന്നുള്ളത്. ചെറിയ മുട്ടയാണുള്ളത് കേട്ടോ. അപ്പോൾ മുട്ടയും ഉള്ളിയും കൂടിയും വാട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ചട്നിയും ദോശയും കൂടി ആകുമ്പോൾ ഏട്ടന് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഉള്ളി എടുത്ത് അരിയണത്. അപ്പം ഞാൻ ഒരു ഉള്ളി അരിഞ്ഞുള്ളൂ, ഒന്ന് പിന്നെ അവിടെ തന്നെ വെച്ചിട്ടു. അത്യാവശ്യം വലിയ ഉള്ളിയായിരുന്നു. പിന്നെ മുട്ട എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മുട്ടയാണെങ്കിൽ വലിയ മുട്ടയാവും. പക്ഷേ ഇത് നമ്മൾ കോഴിയിട്ടതാണ്. അപ്പോൾ കുഞ്ഞു മുട്ടയാണ്. നാടൻ മുട്ട എപ്പോഴും അങ്ങനെയാണല്ലോ, ചെറിയ മുട്ടയാവും. അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കിയിരുന്നില്ല. അപ്പോൾ ഒരടുപ്പിൽ ചായ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരടുപ്പിൽ നമ്മളെ ചട്നിക്ക് കടുകൊക്കെ ഒന്ന് വറവിട്ടു കേട്ടോ. പിന്നെ ചായ തിളച്ചപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കടുക് വറവിട്ട് ചട്നിക്ക് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ആ ഒരു ചീനച്ചട്ടിയിൽ തന്നെ നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ അമ്മേൻ്റെ പണിയെന്ന് പറഞ്ഞാൽ ചക്കക്കുരു നന്നാക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മ ചോദിക്കുന്നൊന്ന് എന്താ കറി വയ്ക്കുകയെന്ന്. അപ്പോൾ പിന്നെ നമ്മൾ 2 ദിവസമായിട്ട് ചക്ക വെച്ചിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ കുരു ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ചക്കക്കുരു കറി വയ്ക്കാന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അത് നന്നാക്കി എടുക്കുകയാണ്. അപ്പോൾ ഉള്ളിയൊക്കെ തീ കുറച്ച് കൊടുക്കാൻ മറന്നിട്ട് അതിൻ്റെ അടിയൊക്കെ കരിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല, ഉള്ളി കരിഞ്ഞിട്ടില്ല, ചട്ടിയാണ് കരിഞ്ഞു പിടിച്ചത്. അപ്പോൾ എന്നാലും കുഴപ്പമില്ല, വേഗം ഉള്ളിയൊക്കെ വാട്ടിയെടുത്തു. വെളിച്ചെണ്ണയിലാണ് വാട്ടിയത് കേട്ടോ. പിന്നെ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പും, പിന്നെ ആ മുട്ടയൊന്ന് കുത്തി ഒഴിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് ചിക്കിയെടുക്കും. ഇങ്ങനെയാണ് കേട്ടോ മുട്ടത്തോരന്നോ എന്താ പറയുക, ഉള്ളി മുട്ടയും വാട്ടിയതെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. മുട്ട പുഴുങ്ങാൻ സമയമല്ല, അതുകൊണ്ടാണ് ഞാനത് പൊട്ടിച്ചൊഴിച്ചത്. അപ്പോൾ അങ്ങനെ അത് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളെ ദോശ കലക്കി വെച്ചിരുന്നല്ലോ, അപ്പോൾ അത് ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് വീഡിയോസിൽ കാണിച്ചതാണ്. എന്നാലും നമ്മൾ അന്നാന്ന് കാണിക്കുന്നത് എന്താ പറയുക, ചെയ്യണ വീഡിയോസ് അല്ലേ നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തലുള്ളത്. അപ്പോൾ അതുകൊണ്ടൊന്ന് കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിലിങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ ജീരകവും നാളികേരമൊക്കെ ഇട്ട് ഏട്ടന് പറ്റിയില്ല എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ആ ഒരു ഇതും കൂടി തീർക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഞാൻ അടുത്തന്നെ ഈ ഒരു ദോശ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതിൽ നാളികേരം ചിരകിയിട്ടാലും നല്ല ടേസ്റ്റ് തന്നെയാണ് ചൂടോട് കൂടി കഴിക്കാനൊക്കെ. പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല, വെറും പച്ചരി കലക്കിയിട്ട് അതിൽ ഉപ്പും ചേർത്തിട്ട് അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഏട്ടന് ചായയൊക്കെ കൊടുത്തു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ വന്ന് ചായയൊക്കെ കുടിച്ചു. പിന്നെ അത് ഏട്ടനുള്ളതൊക്കെ ആക്കിയിട്ടുണ്ട്. പാത്രത്തിൽ ദോശയും ചട്നിയും പിന്നെ ആ ഒരു മുട്ട തോരൻ വെച്ചിരുന്നില്ലേ അതും അതേപോലെ വെള്ളമൊക്കെ ആക്കി അത് ബാഗിൽ വെച്ച് കൊടുത്തു. അപ്പോൾ ഇന്ന് 8:10 ആയിട്ടാണ് പോയത്. പിന്നെ അടുത്തല്ലേ, അതുകൊണ്ട് 5-10 മിനിറ്റ് വൈകിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അമ്മ അത് അവിടെ ചക്കക്കുരു നന്നാക്കുകയാണ്. നല്ല പൊടിയുള്ള ചക്കക്കുരുവാണ് കേട്ടോ. അത് ഒരൊറ്റ ഒന്നും കളയാൻ തോന്നൂല. സാമ്പാറിലിട്ടാലും വെറുതെ ഉപ്പേരി വെച്ചാലും തോരൻ വെച്ചാലും ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചക്കക്കുരും കൈപ്പങ്ങയൊക്കെ വെക്കണം എന്നിങ്ങനെ പറയൂ കേട്ടോ. അതൊക്കെ അമ്മയ്ക്കും അച്ഛയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടം. ഞാനും തിന്നും, പക്ഷേ മക്കളും ഏട്ടനും അങ്ങനെ ഓലാരും തിന്നൂല. അപ്പോൾ ഞങ്ങൾ 3 തിന്നാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇടയ്ക്ക് വെക്കലൊക്കെ ഉണ്ട്. പിന്നെ വെറുതെ ചക്കക്കുരു പച്ചമുളകും തേങ്ങയൊക്കെ ചതച്ചിട്ടിട്ട് അങ്ങനെയും വെക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടനെ ഇറങ്ങിയപ്പോഴാണ് ഏട്ടൻ്റെ കൂട്ടുകാർ പിന്നെ ഒപ്പം പണിയെടുക്കുന്നവരാണ് കേട്ടോ. അപ്പോൾ ഒരു മെഷീൻ കൊണ്ടുപോകാൻ വരും എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കിയിരുന്നു. അപ്പോഴുണ്ട് പോലും വരുന്നത്. അപ്പോൾ ഒരുക്ക് ആ മെഷീനൊക്കെ കണ്ണെടുത്തു കൊടുത്തു. അങ്ങനെ ഓരെല്ലാവരും കൂടി അങ്ങനെ പോയിട്ടോ. അപ്പോൾ എന്താ പറയുക, രാവിലെ ഒരു തിരക്ക് എന്ന് പറഞ്ഞാൽ ഒരു 1.5 തിരക്കാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ പോയി കഴിഞ്ഞു. അത് കഴിഞ്ഞ് കണ്ണനും നന്ദും കൂടി നീച്ചിട്ടില്ല കേട്ടോ. അപ്പം ഞാനും കണ്ണനും കൂടി നമുക്ക് ചായ കുടിക്കുക, കുറേ പണികളുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചായ കുടിക്കാതിരുന്നതാണ്. അപ്പം ഞങ്ങളിവിടെ മിക്കവാറും ഈ ഒരു ഉമ്മർത്തിരുന്നിട്ടാണ് കേട്ടോ ചായ കുടിക്കലുള്ളത്. അപ്പം എന്താ പറയുക, നല്ല വിശപ്പുണ്ട്. വൈകുന്നേര സമയത്ത് ചോറിനൽ കുറവാണ് കേട്ടോ. എന്താ വെച്ചാൽ ഒന്നാമത് ചൂടല്ലേ, അപ്പോൾ ആർക്കും അങ്ങനെ വേണ്ടി വരില്ല. പിന്നെ 4 മണിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് തിന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ തീരെയും വേണ്ടി വരില്ല കേട്ടോ. അപ്പം കാണാത്ത മാതിരി ആക്രാന്തം കാട്ടി അങ്ങനെ തിന്നെയാണ് കേട്ടോ. ഏതായാലും കണ്ണൻ ദോശയും ചട്നിയാണ് എടുത്തത്. ഞാൻ തലേ ദിവസത്തെ കുറച്ച് കുറുമക്കറി ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ, അത് ചൂടാക്കിയിട്ട് ദോശയ്ക്ക് അങ്ങനെയാണ് എടുത്തത്. അപ്പം അങ്ങനെ ചായയൊടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോഴേക്കും ഇതാക്കണ അരിയൊക്കെ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ലോണം തിളച്ച് പാകമായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചു. പിന്നെ ആ ഒരു അടുപ്പത്ത് തന്നെ നല്ല കത്തണ കണ്ടപ്പോൾ പിന്നെ അടുപ്പത്ത് തന്നെ ഉണ്ടാക്കട്ടെ വിചാരിച്ചിട്ടോ. വിറക് കുറവാണ്, പക്ഷെ തീ അങ്ങനെ കത്തണ കാണുമ്പോൾ നമുക്ക് അടുപ്പത്ത് തന്നെ ഉണ്ടാക്കാനും തോന്നും കേട്ടോ. ചിലപ്പോൾ ഗ്യാസമ്മലാണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഗ്യാസമ്മ തന്നെ ഉണ്ടാക്കുള്ളൂ. വിറകിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ഗ്യാസമ്മയ്ക്ക് പോവും. ഇപ്പം ഗ്യാസിന് കുറച്ച് വില കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നാൾ പെട്ടെന്ന് നിറച്ച് തരുകൊണ്ടാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ഗ്യാസ് കഴിഞ്ഞിരുന്നു, പക്ഷെ അതറിയാതിരുന്നത് നിറച്ച് വെച്ച കുറ്റി ഉണ്ടായിരുന്നു.
പിന്നെ അതാ കഴിഞ്ഞ ദിവസം നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് വഴുതനങ്ങ കൊണ്ടുവന്നിരുന്നില്ല, അല്ല ഇളയ വഴുതനങ്ങയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അതിൻ്റെ കറയൊക്കെ കളഞ്ഞ് കടുകൊക്കെ പൊട്ടിച്ച് ഉള്ളിയും പച്ചമുളകും വഴുതനങ്ങയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് എന്താ പറയുക ആവിക്ക് വേവിച്ചെടുക്കുകയാണ് കേട്ടോ, ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയാണ് വഴുതനങ്ങ ഉപ്പേരി ഞങ്ങളിവിടെ ഉണ്ടാക്കലുള്ളത്. ഉള്ളി ഇട്ടാലുള്ളൂ കൂടുതലായിട്ടും എല്ലാവർക്കും ഇഷ്ടം. പിന്നെ അതാ അമ്മ ചക്കക്കുരു, വെള്ളരിക്കയും മാങ്ങയും അതേപോലെ മുരിങ്ങക്കായൊക്കെ നന്നാക്കി തന്നിരുന്നു. അതൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചക്കക്കുരു ഞാൻ ആദ്യം കുക്കറിൽ 2-3 വിസിലടിച്ചു കേട്ടോ. അതിന് ശേഷമാണ് ചട്ടിക്ക് ഒഴിച്ചു കൊടുത്തത്. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഉപ്പും അതേപോലെ മാങ്ങ കുറവായിരുന്നു, അതുകൊണ്ട് ഒരു ഇത്തിരി പുളിയും കൂടിയും പിഴിഞ്ഞൊഴിച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരു കറി വെച്ചിട്ടുണ്ടെങ്കിൽ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിൽ മുഴുവനായിട്ട് മാങ്ങയാവണം, അപ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ ഒരു ഇത്തിരി പുളിയും കൂടിയും ചേർത്തു. എന്നാലും മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു കറിയാണെങ്കിൽ ഒലുക്ക് ചോറിക്ക് വേറെ ഒന്നും വേണ്ടാന്ന് തന്നെ പറയാം. അനുമോളും കണ്ണനൊക്കെ കുറേ ഒഴിച്ചിട്ട് കഴിക്കും. പിന്നെ അതിലേക്ക് ഞാൻ നാളികേരം അരച്ചൊഴിച്ചു. നാളികേരത്തിൽ വെറും ഒരു ചെറിയ ഉള്ളി മാത്രമേ ചേർത്തിട്ടുള്ളൂ. അങ്ങനെ അത് വാങ്ങി വെച്ചു. അതിൽ വറവൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇനി ഉലുവ വറുത്തിടുന്നവർക്ക് അങ്ങനെയൊക്കെ ചെയ്യുക, പക്ഷേ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ 10:30 ആയപ്പോഴേക്കും പിന്നെ ചോറ് നമ്മൾ റൈസ് കുക്കറിലുണ്ട്, ഉപ്പേരിയും കറിയൊക്കെ ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അനുമോളും നന്ദുവൊക്കെ നീച്ചു. നന്ദുവിന് ചായ കൊടുത്തു. പിന്നെ അനുമോളും ചായ കുടിച്ചു. അപ്പോൾ നന്ദുവിൻ്റെ കുളിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അനുമോളും തന്നെ ഈ ഒരു സമയത്തൊക്കെ കുളിക്കാൻ നിൽക്കുന്നതാണ്. അപ്പോൾ ഞാൻ കുറേ പണികളുണ്ട്, അത് കഴിഞ്ഞിട്ട് കുളിക്കാറിട്ട് ഓളും കുളിക്കാൻ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആ വലിയ റാക്കുണ്ടല്ലോ അത് തട്ടിയെടുക്കണില്ല കേട്ടോ. എന്താ വെച്ചാൽ അത് ഞാൻ വൃശ്ചികമാസത്തിലോ ഇല്ലെങ്കിൽ എന്താ പറയുക നമ്മളെ ഓണത്തിന് ആ ഒരു സമയത്തൊക്കെയാണ് തട്ടിലുള്ളത്. അത് തട്ടാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു 1-1.5 പണിയാണ് കേട്ടോ. അത്രയും പാത്രങ്ങളുണ്ട് അതിൻ്റെ മുകളിൽ. അപ്പോൾ അതൊക്കെ പാടണ്ട് ഇറക്കിയിട്ടുണ്ടെങ്കിൽ കഴിയൂല. അപ്പം അമ്മ ഞാൻ അടുക്കള തട്ടാൻ നിന്നപ്പോൾ തന്നെ ചോദിക്കിയിരുന്നു അത് തട്ടണുണ്ടോ, എന്നാൽ ഞാൻ ഇവിടുന്ന് പോകുകയാണെന്നൊക്കെയാണ് അമ്മ പറഞ്ഞു കേട്ടോ. എന്താ വെച്ചാൽ അമ്മയ്ക്ക് അറിയാതെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ എത്രമാത്രം ഉണ്ടാവും അതിമ്മ പണി എന്നുള്ളത്. അപ്പം അമ്മേനെ ഞാൻ ഈ ഒരു ഇതിക്കൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. എന്താ വെച്ചാൽ ഇതൊന്നും എടുക്കാനുള്ള ഒരു ഇത് അമ്മയ്ക്കില്ല കേട്ടോ. എന്താ വെച്ചാൽ ഇപ്പോൾ നല്ല ചൂടൊക്കെ ആവുകൊണ്ടേ വേഗം കുഴങ്ങും. ഞാൻ തന്നെ കുഴങ്ങുന്നുണ്ട്, ഒരു തളർച്ചയാണ് നമുക്ക്. അപ്പോൾ ഏതായാലും ഞാൻ ഒരു ചെറിയ റാക്കും തട്ടിയിട്ട് അതൊന്ന് തുടച്ചെടുക്കുകയൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ ആ ഷോക്കേസുകളൊക്കെ ഒന്ന് ശരിയാക്കി. അങ്ങനെ അടുക്കളയത്തെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനും കണ്ണനും പോയിട്ട് അടുത്ത വീട്ടിൽ നിന്ന് ചാണകം കൊണ്ടുവന്നു കേട്ടോ. ഇങ്ങനെ ചാണകം തേക്കുന്ന ഒരു പരിപാടി ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ ഇങ്ങനെ പൊടി അറുത്ത് കിടക്കല്ലേ, അപ്പോൾ ആ പൊടിയൊന്ന് അടങ്ങും ചെയ്തോളും. അപ്പോൾ ചാണകം തളിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളവിടെ നാട്ടിൻപുറത്തുകാർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇവരെന്ത് എന്താ പറയുക ഒരു പ്രത്യേക ദിവസങ്ങൾ വന്നാലും ഞങ്ങൾ ലാസ്റ്റ് ചാണകം തളിക്കും. അപ്പം അങ്ങനെ തളിച്ച് കഴിഞ്ഞാൽ മൊത്തത്തിലൊരു വൃത്തിയായി എന്നുള്ളൊരു തോന്നലുണ്ടാവുള്ളൂ കേട്ടോ. അത് പണ്ടേ ഞാൻ കണ്ടു വളർന്നതും ഇങ്ങനെ തന്നെയാണ്, ഇപ്പോൾ ഞങ്ങൾ ചെയ്യണതും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഏതായാലും അവിടെ തളിക്കലൊക്കെ കഴിഞ്ഞ് അനുമോളെ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനും പോയി രണ്ടാമത് ഒന്നുകൂടിയും കുളിച്ചു. പിന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 4 മണിയാകാൻ സമയത്താണ് അടുക്കളയിൽ വന്നത് കേട്ടോ. അപ്പോൾ ഇതാ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ചോദിച്ചിരുന്നു സമൂസ ഉണ്ടാക്കുന്ന റെസിപ്പി കാണിച്ചു തരുമോ എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏതായാലും സാധനങ്ങളൊക്കെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് പുഴുങ്ങി വെച്ചിരുന്നു. അത് ഈ ഒരു ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്തു കേട്ടോ. പിന്നെ നമ്മളെ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില അങ്ങനെയുള്ള സംഭവങ്ങളും ചോപ്പറിലിട്ടിട്ട് ഒന്ന് വലിച്ചെടുത്തു. അപ്പോൾ ഈ ഒരു ചോപ്പർ ഉണ്ടാവുകൊണ്ട് നല്ലൊരു ഉപകാരമാണ് കേട്ടോ. അപ്പോൾ ഇതില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് വാങ്ങി നോക്കുകൊണ്ട് 350 രൂപയൊക്കെ ഉള്ളൂ ഇതിന് കേട്ടോ. വലിയൊരു വില എന്ന് പറയാനൊന്നുമില്ല. പിന്നെ അതാ നമ്മൾ കിഴങ്ങും ക്യാരറ്റും ഒക്കെ അവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ശരിക്കും ഇതിൽ ചിക്കൻ്റെ സമൂസ ഉണ്ടാക്കുമ്പോൾ കിഴങ്ങും ക്യാരറ്റും ഒന്നും ഇടേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടിയും ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ വെറുതെ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും അതൊക്കെ വാട്ടിയെടുത്തതിന് ശേഷം പൊടികളും ചേർത്ത് ചിക്കൻ മാത്രം ചേർത്തിട്ട് ഫില്ലിങ് ആക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഏതായാലും നമ്മളെ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി ഇത്രയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. പിന്നെ വാട്ടിയെടുത്ത സംഭവങ്ങൾ നിങ്ങൾ കണ്ടില്ലേ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ സവോള, പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയില അധികം ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു ചിക്കൻ പിന്നെ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് വെച്ചില്ല. ഇനിയിപ്പോൾ മിക്സിയുടെ ജാറിലിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലില്ലാത്ത കഷ്ണങ്ങൾ നോക്കിയിട്ട് അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ അതിങ്ങനെ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മാത്രം ഫില്ലിങ് മതി എന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ടേസ്റ്റ് കുറവ് നല്ല പറയണേ, അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ചിക്കൻ തോന ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൽ നമ്മൾ കിഴങ്ങും അതേപോലെ ക്യാരറ്റും കൂടി ഒന്ന് പുഴുങ്ങി ഉടച്ച് ചേർക്കുന്നുണ്ട്. ഇങ്ങനെയാകുമ്പോൾ മക്കൾക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഓരോ ഇഷ്ടമാണ് ഞാൻ നോക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അതും കൂടിയും ചേർത്ത് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തു കേട്ടോ. ഉള്ളിയിലൊന്നും ഉപ്പ് ചേർത്തേനില്ല. നമ്മളെ കിഴങ്ങിലും ക്യാരറ്റിലും ചിക്കനിലൊക്കെ ചേർത്തതാണ്. അപ്പോൾ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഫില്ലിങ്ങൊക്കെ അവിടെ റെഡിയാക്കി വെച്ച് കുറേ സമയം കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത്. തണുത്തതിന് ശേഷം കേട്ടോ. ചൂടോട് കൂടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്താവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മളെ കടയിൽ
എന്താ പറയുക വിറ്റേന്ന സമയത്ത് ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയിരുന്നത് കേട്ടോ. ഈ ഒരു ഫില്ലിങ് തന്നെയായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. സമൂസയും കട്ട്ലറ്റും ഒക്കെ, അതുപോലെ നമ്മളെ കൊക്കവടയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. നമ്മളെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ തുടങ്ങണം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ. തട്ടുകടയും ഒരു കച്ചവടമൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതാ സമൂസ ഞാൻ ഇങ്ങനെയാണ് മടക്കിയെടുത്തത് കേട്ടോ. മടക്കണതിൽ തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും ഉള്ളിലുള്ള സംഭവമൊക്കെ ഒന്ന് പുറത്ത് പോരാതിരുന്നാൽ പോരെന്ന് വിചാരിച്ചിട്ട് ഞാനും കണ്ണനും കൂടിയൊക്കെ അങ്ങനെ ചെയ്യാണ്. അപ്പോൾ നന്ദുവും കൂടുന്നുണ്ട്. അനുമോളാണ് വീഡിയോ എടുത്ത് തരുന്നത്. നന്ദു ഇതിങ്ങനെ നമ്മൾ ആക്കി കൊടുക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പാത്രത്തിൽ നിരത്തി വെക്കുകയാണ് കേട്ടോ. ഇടയ്ക്ക് അതിൻ്റെ എന്താ പറയുക പുതിയ കഴിഞ്ഞ് പോരുന്നുണ്ട് പറഞ്ഞില്ലേ. അപ്പം ഞാൻ മൈദയോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വെച്ച് ഒട്ടിക്കണില്ല കേട്ടോ. വെറും പച്ചവെള്ളം തൊട്ടിട്ട് അങ്ങനെ ഒട്ടിച്ചാൽ തന്നെ ഒരു കുഴപ്പമുണ്ടാവില്ല. അതിൻ്റെ ഉള്ളത്തെ സംഭവങ്ങളൊന്നും പുറത്ത് പോരൂല കേട്ടോ. അപ്പോൾ വെറുതെ അതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നന്ദു ഞങ്ങൾ ആക്കി കൊടുക്കണതൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും എനിക്ക് ഏട്ടുള്ള സമയത്താണ് കേട്ടോ. വൈകുന്നേരത്ത് ഏട്ടനുണ്ടെങ്കിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നത്. ചൂടോട് കൂടി കഴിക്കാമല്ലോ. അപ്പോൾ ഏട്ടൻ വരാൻ സമയത്താണ് ഞങ്ങളിത് ഉണ്ടാക്കുന്നത്. എന്നാൽ പിന്നെ പറ്റങ്ങോട്ട് തണുത്ത് പോകില്ലല്ലോ. അപ്പം ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ചായ കുടിക്കലൊക്കെ ഭയങ്കര രസമാണ്. പക്ഷെ ഇന്നത്തെ ഒരു ദിവസം എന്നൊക്കെ പറഞ്ഞാൽ അച്ഛൻ്റെ ചായ കുടി ആദ്യം കഴിഞ്ഞു, അമ്മേൻ്റെ കുടിക്കൽ കഴിഞ്ഞു. പിന്നെ അമ്മയ്ക്ക് ഈ ഒരു ചിക്കൻ വെച്ചിട്ടുള്ളത് വലിയൊരു ഇഷ്ടമല്ല എന്ന് പറഞ്ഞില്ലേ. ഇഷ്ടമാണ്, പക്ഷേ ഈ ഒരു ചിക്കൻ നമ്മൾ 2 ദിവസമായിട്ടുണ്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെച്ചിട്ട്. അപ്പോൾ അതിനോട് വലിയൊരു താല്പര്യമല്ല അമ്മയ്ക്ക്. ഫ്രിഡ്ജിൽ എന്താ പറയുക വേവിച്ച ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചൂടാക്കി കൊടുക്കുകയാണെങ്കിൽ അമ്മ തിന്നൂട്ടോ, അല്ലെങ്കിൽ പിന്നെ അമ്മ തിന്നൂല. അച്ഛൻ പിന്നെ ഇങ്ങനെ കടയിലൊക്കെ പോയി വന്നിട്ട് വൈകുന്നേരം സമയത്ത് തിന്നുള്ളൂ. ആദ്യം ഞാൻ ചായയും ബിസ്ക്കറ്റും ഒക്കെ കൊടുത്തതാണ് കേട്ടോ. അപ്പം അങ്ങനെ മക്കളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. ചിക്കൻ സമൂസ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് കുറേ ദിവസമായി. അപ്പോൾ കട്ട്ലറ്റ് ആണെങ്കിലും ഒക്കെ ഓൾക്ക് ചിക്കൻ കൊണ്ടോ ബീഫ് കൊണ്ടോ അങ്ങനെയൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ സാധിക്കുള്ളൂ. കുറേ നാളായിട്ടുണ്ട് ഇതുപോലെ ചിക്കൻ സമൂസ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇന്നാൾ നമ്മൾ വെജിറ്റബിൾ സമൂസയാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഓയിലാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളത്തെ സംഭവങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല. പച്ചവെള്ളം വെച്ച് ഒട്ടിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കണതല്ലേ. പിന്നെ ഇതിങ്ങനെ നമ്മൾ ഫില്ലിംഗ് ഒക്കെ ആക്കിയതിന് ശേഷം കുറച്ച് അധികം ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ നാളെ മറ്റന്നാളൊക്കെ നമുക്ക് പിന്നെ ചായ കുടിക്കുന്ന ഒരു ആ സമയത്ത് ഇങ്ങോട്ട് വറുത്തെടുത്താൽ മതിയല്ലോ. അപ്പോൾ എന്തായാലും അനുമോളും ഉണ്ടാക്കാൻ കൂടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കൊണ്ടു. അടിപൊളി സമൂസയാണ് കേട്ടോ. അതിൻ്റെ ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. ഇവിടെ വെറുതെ അങ്ങനെ തിന്നിയിരുന്നു. അപ്പോൾ ചോറിക്കൊക്കെ അങ്ങനെ ഉണ്ടാക്കി കൊടുത്ത മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ തക്കാളി സോസ് ഉണ്ടായിരുന്നു നാളത്തെ ബാക്കി. അപ്പോൾ അതും കൂട്ടിയിട്ടാണ് തിന്നണത്. അപ്പോൾ എല്ലാവരും ആദ്യം ഓരോന്ന് തിന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പാടത്തൊക്കെ പോയി നനച്ചൊക്കെ വന്നിട്ടാണ് പിന്നെ ഏട്ടനും വന്നു. എന്നിട്ടാണ് ഒരുമിച്ചിരുന്നിട്ടാണ് പിന്നെ എല്ലാവരും കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളെ കമൻറ്റും ലൈക്കും ഒക്കെ വളരെ വിലപ്പെട്ട സംഭവങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇത് പറയുന്നത് കേട്ടോ. ആർക്കും ബോറായിട്ടൊന്നും തോന്നരുത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. താങ്ക്